ഹായ്, അപ്പോ ഇപ്പൊ സമയം 10:51. നിങ്ങൾ വന്ന് ഒരു എത്ര മണിക്കെത്തി? 6 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ 6 മണി കഴിഞ്ഞപ്പോ ഇവിടെ എത്തി. അത് മാത്രമല്ല ചാർജും ഇല്ലായിരുന്നു. ചാർജ് കുറവായിരുന്നു. ചാർജ് ഇവിടെ എത്തിയപ്പോ എത്ര? 14%. 14%. ഓക്കെ. ഓടി വേണമെങ്കിൽ എത്താം. കാരണം 16 കിലോമീറ്റർ ഉള്ളൂ, 24 റേഞ്ച്. ഒന്നാമത് റിസ്ക് എടുത്തിട്ട് എനിക്ക് തോന്നുന്നല്ലേ ഈ പറയാനൊക്കെ 200 എന്ത് കാരണവശാലും കിട്ടൂല. നമ്മള് പല രീതിക്ക് നമ്മൾ ഓടി നോക്കി, എന്നിട്ട് റേഞ്ച് നോക്കി നമ്മള് കിലോ വാട്ട് 4 മേളിൽ കയറാതെ ആക്കി നോക്കി. അത്രയ്ക്ക് നമ്മള് അഡ്ജസ്റ്റ് ചെയ്ത് വണ്ടി ഓട്ടിച്ച് നോക്കി. കോമറ്റിന്റെ ഒരുപാട് വീഡിയോസ് കണ്ടു. അവര് പറയുന്നത് പവർ 5 കിലോ വാട്ടിന് താഴെ നിർത്തി ഓട്ടിച്ചാൽ നിങ്ങൾക്ക് മൈലേജ് കൂടുതൽ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. AC ഓഫ് ചെയ്തിട്ട് ഓടിച്ചു നോക്കി, എന്നിട്ടും അങ്ങനെയൊന്നും വലിയ വ്യത്യാസങ്ങൾ വരുന്നില്ല. 1/2 കിലോമീറ്റർ അങ്ങനെ കൂടിയിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. 200 എന്നുള്ളത് 230 പറയുന്നത്. 230 കമ്പനി പറയുന്നത്. അപ്പൊ ലോങ്ങില് 240 കിട്ടിയിട്ടുണ്ടെന്നാണ് നമ്മളുടെ എക്സിക്യൂട്ടീവ് തന്നെ പറഞ്ഞത്. നമുക്ക് ലോങ് പോകുമ്പോഴെങ്കിലും 180 കിട്ടണം. ഇത് 150 മേളിൽ പോലും കിട്ടണില്ല നമുക്ക്, വളരെ കുറവാണ്. മൊത്തത്തിൽ ഓടിയ കിലോമീറ്റർ എന്ന് പറയുന്നത് 426 കിലോമീറ്റർ ആണ് മൊത്തത്തിലോടി. പക്ഷെ നമ്മൾ അത് 26 കിലോമീറ്റർ മൊത്തത്തിലോടി. എന്നിട്ട് നമ്മൾ എത്രയാണ്? 3 തവണ ചാർജ് ചെയ്യേണ്ടി വന്നു. മൂന്നല്ല, നമ്മൾ ഇവിടുന്ന് ഫുൾ ചാർജ് ആക്കി. പോണ വഴി ഒരു 45 മിനിറ്റ്സ് ചാർജ് ചെയ്തു. 15% കയറി. പിന്നെ രണ്ടാമത് പോണ വഴിക്ക് ഒരു അല്പം ചാർജ് ചെയ്തു. അത് ശകാലേ ചാർജ് ചെയ്തോളൂ. അതൊരു 10-15 മിനിറ്റ് ചാർജ് ചെയ്തോളൂ. അത് ചാർജിങ് ഒന്നും പറയണ്ട. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒരു 30-35 മിനിറ്റ്സ് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ പെട്ടു. അത് ചേർത്ത് നമ്മൾ എത്തുമെന്നാണ് പ്രതീക്ഷ. എത്താനായിട്ടുള്ള കിലോമീറ്റർ കറക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഓടി വന്നപ്പോഴത്തേക്ക് പിന്നെ കിലോമീറ്റർ ഒട്ടും കിട്ടുന്നില്ല. അതിനുശേഷം നമുക്ക് വലിയ അഴുക്ക് റോഡൊന്നും അല്ലായിരുന്നു. റോഡ് നല്ലതായിരുന്നു. നമ്മള് ഏറ്റുമാനൂരിന്ന് വഴിയാണ് ഇന്ന് ലാസ്റ്റ് ചാർജ് ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് പോകേണ്ട സ്ഥലത്ത് കാണിച്ചുകൊണ്ടിരുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 24 കിലോമീറ്റർ കൊണ്ടായിരുന്നു. ചോറ്റാനിക്കര എത്തിയപ്പോഴത്തേക്കും ഏകദേശം തീർന്നു. 4% കൊണ്ടായി. പിന്നെ അവിടെ ഇട്ട് നമ്മൾ വീണ്ടും ചാർജ് ചെയ്തു. അവിടെ ഇട്ട് നമ്മളൊരു 30-35 ആയതിനു ശേഷമാണ് വീണ്ടും എടുത്തത്. ഇതിന്റെ രണ്ടാമത് ഇനി വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ 10 താഴെ പോയി കഴിയുമ്പോൾ AC ഫുൾ ഓഫ് ആവും. ഇതിപ്പോ ഞാൻ എല്ലായിടത്തും സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഇനി ബഗ്ഗാണോ എന്താണെന്നുള്ളത് ചാർജിങ് ടൈമിൽ നമുക്ക് AC ഇട്ടിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ കൊണ്ടിട്ട് ഇരിക്കുന്നത് പാടാണ്. ഇതിപ്പോ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പോവില്ല. എന്നാലും നമ്മൾ ഇതിപ്പോ ഒരു ട്രയലിന്റെ രീതിക്ക് ഓടി നോക്കിയതാണ്. എങ്ങനെയാണെന്ന് അറിയണമല്ലോ ഒരു വണ്ടി എടുത്തിട്ട്. ഇത് ഫാസ്റ്റ് ചാർജിങ് അല്ല, ഓക്കെ, അതിന്റെ ഡിലേ ഉണ്ട് കാര്യങ്ങൾ. പക്ഷെ ഫാസ്റ്റ് ചാർജിങ്ങിൽ പോലും റേഞ്ച് ആണല്ലോ. നമ്മളിപ്പോ അങ്ങോട്ട് പോയ റോഡിന്റെ പ്രശ്നമായിരുന്നെന്ന് വിചാരിച്ച് നമ്മൾ തിരിച്ചു വന്നത് എറണാകുളത്ത് തിരിച്ചു വന്നത് നല്ല റോഡായിരുന്നു. അതും കിട്ടുന്നില്ല. കോട്ടയത്ത് നിന്ന് ഇങ്ങോട്ട് ഓടി വന്നിട്ട് പോലും നമുക്ക് ഈ പറഞ്ഞ കിലോമീറ്റർ കിട്ടിയില്ല. ചെങ്ങന്നൂർ വന്നിട്ട് നമ്മൾ പിന്നെ വീണ്ടും ഗോയിശ്ശേരി ചാർജറിൽ കയറി നമ്മൾ ചാർജ് ചെയ്യേണ്ടി വന്നു. റേഞ്ചിന് വേണ്ടി നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്താണ് വണ്ടി ഓടിച്ചു നോക്കിയത്. ബഗ്ഗുകൾ എന്ന് പറയുന്നത് ഒരുപാടുണ്ട്. ഇതിൽ വേറെ ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഡീഫോഗർ ഇല്ല. ഇത് AC അങ്ങോട്ട് കഴിയുമ്പോഴേക്കും എല്ലാ 5 ഗ്ലാസും മൊത്തത്തിൽ പുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ഐഡിയ ഇല്ല. പിന്നെ ബാക്കാണെങ്കിൽ പിന്നെ ബാക്കിലോട്ട് നോക്കേണ്ട ആവശ്യമില്ല. അവിടെ മൊത്തം പോകുകയാണ്. അവിടെ മഴയുടെ പെയ്ത് കഴിഞ്ഞാൽ ഒന്ന് വൈപ്പർ ഇല്ല, ഓക്കെ, ഡീഫോഗർ ഇല്ല. നമ്മളെ മിസ്റ്റേക്കാണ്, നമ്മൾ നോക്കിയെടുക്കേണ്ടതായിരുന്നു. പക്ഷെ വേറൊരു കേസ്, നമ്മളത് ഡീഫോഗർ എന്ന് വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷെ പിന്നീട് വിളിച്ചു തിരക്കപ്പോഴാണ് FM ആന്റിന ലൈൻസ്, എന്നിട്ട് FM ആന്റിന കിട്ടൂ എന്നാ അതും കിട്ടൂല, എന്നാ FM കിട്ടൂല. തലപ്പത്തേക്ക് പുതിയ അംഗങ്ങളോ ചെറുപ്പക്കാരോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ചാനലാണ്. 98.3 ഒന്ന് രണ്ടെണ്ണം ഉണ്ട്. അത് അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇത് ഒന്നും കിട്ടൂല. അതാണ് വേറൊരു വിഷയം. ആപ്പ് എപ്പോഴും ക്രാഷ് ചെയ്യുന്നുണ്ട്. ആൻഡ്രോയിഡ് ആട്ടോ ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോകുന്നുണ്ട്. ബ്ലൂടൂത്ത് വഴിയാണെങ്കിലും ഓക്കെ, വയർലെസ്ലി ആണെങ്കിലും വൈഫൈ വഴിയാണെങ്കിലും ഓക്കെ, അല്ല ഡയറക്റ്റ് കണക്ട് ചെയ്താലും ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആവുന്നുണ്ട്. അത് മാത്രമല്ല തനിയെ കൺട്രോൾ ആവുന്നുണ്ട്. സംഭവം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പല ആപ്പ് മാറുന്നുണ്ട്. പിന്നെ ഒരു തവണ ഞാൻ വിചാരിച്ചു അടിച്ചു പോയെന്ന് വിചാരിച്ചു. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഓൺ ആവണില്ല, ഫുൾ ബ്ലാങ്ക്. അതായത് ബാക്ക് ലിറ്റ് പോലും വന്നില്ല. ക്ലസ്റ്റർ കറക്റ്റ് വർക്കിംഗ് ആയിരുന്നു. ഇനി എന്താണ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ കീ ഒന്നും ഒരു യൂസും ഇല്ല. ഇത് ജസ്റ്റ് നമുക്ക് അങ്ങനെ ചേഞ്ച് ചെയ്ത് കാണാം. ഈ ട്രിപ്പ് റീസെറ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ വന്ന് റീസെറ്റ് ചെയ്യണം. എന്ത് ടെക്നോളജി ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ സ്വിച്ചിന് വേറെ ഫംഗ്ഷൻ ഉണ്ടോ, കംപ്ലൈന്റ് ആണോ ഒന്നും അറിയത്തില്ല. ഈ 2 സ്വിച്ചസ് വെറുതെ ഡമ്മിയാണ്. ഉള്ള സമയത്ത് അതൊക്കെ യൂസ് ചെയ്യാം. ഇതൊക്കെ, ഇത് നമ്മൾ അസിസ്റ്റന്റ് ഓൺ ആക്കാനായിട്ട്, മ്യൂട്ട് ചെയ്യാനായിട്ട്, കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ഇതൊക്കെയാണ്. ട്രാക്ക് പ്രഷറിംഗ് മോണിറ്റർ ഉണ്ടെന്ന് പറയണു. അതിന്റെ ഒരു ഇതും കാണിക്കുന്നില്ല, കറക്റ്റ് ആണോ ഒന്ന്. അല്ല, ഇത് കുറഞ്ഞാൽ മാത്രമേ കാണിക്കൂ എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതിന്റെ സ്വിച്ച് ഇവിടെ ഉണ്ട്, അത് താത്തിഞ്ഞ റീസെറ്റ് ആവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇതിൽ വാണിംഗ് എല്ലാം വന്നു കഴിഞ്ഞാൽ അത് റീസെറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. വാണിംഗ് പറഞ്ഞവരെ ആരും വെച്ചോണ്ടിരിക്കേണ്ട ആവശ്യം.
അത് ബഗ് ആണെങ്കിൽ അത് എന്തൊരു പൊട്ടത്തരം എഞ്ചിനീയറിംഗ് ആയിട്ട് അറിഞ്ഞത് ഒരു ഐഡിയ സിമ്പിൾ കാര്യം വരുന്നത് ഒരു ട്രിപ്പ് റീസെറ്റ് വലിയ പരിപാടിയുള്ള കാര്യം. ഇതില് റീസെറ്റ് ചെയ്യണതും പാട് തന്നെയാണ്. ട്രിപ്പ് റീസെറ്റ് കയറി സെറ്റിംഗ്സിനകത്ത് കയറി തന്നെ അത് വേണമെങ്കിൽ ആക്കിക്കൊണ്ടിരുന്ന ആക്കായിരുന്നു. പക്ഷെ അതിന്റെ കൺട്രോൾസ് ഒന്നും ഇത് കിട്ടുന്നില്ല. അത് വേറെ കേസ്. പിന്നെ ഇതിന്റെ റേഞ്ചും നമ്മള് എഴുതേണ്ട ഏറ്റവും വലിയ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്തിരി സ്പീഡിന് പോവുകയാണ് എങ്കിൽ അതിനനുസരിച്ച് റേഞ്ച് മാറും. ഇതിലത് നമ്മൾ പ്രതീക്ഷിച്ചു, അതില്ല. എക്സ്പെൻസ് കൊടുത്തെടുക്കുമ്പോ ഇതൊക്കെ ഒരു കുഞ്ഞു ഫീച്ചേഴ്സ് ആണ്. നമുക്കിപ്പോ ചെറിയ ചെറിയ ഓട്ടങ്ങളൊക്കെ ഉള്ളൂ. ആ ഒരു രീതിക്കൊക്കെ ആണെങ്കിൽ ഓക്കെ. നമ്മള് പിന്നെ ഇത് ദൂരം കൊണ്ടുപോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ എന്താണെന്ന് അറിയണം. വണ്ടിയെ കുറിച്ച് നമുക്ക് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. ലോക്കൽ ഓട്ടോ നമുക്ക് ഒരിക്കലും ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മളെ കൊണ്ടിട്ടെങ്കിൽ റേഞ്ച് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഒരിക്കലും കറക്റ്റ് കൺഫേം പറയാൻ പറ്റൂല. ബോഡി നോക്കിയത് കൊണ്ടാണ് നമ്മള് ഇത്രയും നമുക്ക് കിട്ടുന്നുള്ളൂ, 160 170 നമുക്ക് കിട്ടുന്നുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയത്. അത് ഓക്കെ, റേഞ്ച് ഓക്കെ. നമുക്ക് ഒരു കാര്യം ഇത് ഒരുപാട് ബഗ് കാര്യങ്ങള് വരുന്നുണ്ട്. അതാണ് എക്സ്ട്രാ ഇപ്പൊ ഇവിടെ. ഇത് 2-3 തവണ ഇങ്ങനെ നമ്മൾ ഇളക്കി ഇതിനകത്തേക്ക് കയറ്റി വെച്ചതായിരുന്നു. പക്ഷെ എന്നിട്ട് വീണ്ടും വീണ്ടും ഇളകി വരുന്നുണ്ട്. സർവീസിന് പോകുമ്പോൾ അതെല്ലാം കാണിക്കാം എന്തായാലും. പിന്നെ ഇതിൽ ഗ്ലോ ബോക്സ് ഒരു കൊടുത്തിട്ടില്ല. നമ്മളിപ്പോ ഒരു ഹാൻഡ് ബാഗ് കൊണ്ടുപോയാണെങ്കിൽ അത് വെക്കാനായിട്ടുള്ള സൗകര്യമോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ അങ്ങനെ വെക്കാനോ അങ്ങനെ ഒന്നുമില്ല. ഇതിപ്പോ നമുക്കൊരു സ്കൂട്ടറിന്റെ പകരം ഉപയോഗിക്കാം, കുഴപ്പമില്ല. നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു 1 ഡേ ട്രിപ്പ് പോവുകയാണ്, നമുക്കൊരു ബാഗ് ഉണ്ട്. ആ ബാഗ് നമ്മള് ഒന്നുകിൽ നമ്മൾ മടിയിൽ വെക്കണം, അല്ലെങ്കിൽ നമ്മൾ സീറ്റിൽ വെക്കണം. ആ ഒരു അവസ്ഥയുണ്ട്. ഡിക്കി വെക്കാൻ പറ്റൂല. അല്ല ഇത് അങ്ങനെയല്ല, നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. പക്ഷെ എന്നാലും ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. വണ്ടിയുടെ RC ബുക്കും പേപ്പറുകളും വെക്കാൻ പോലും അതിന് സത്യത്തിൽ സ്ഥലമില്ല. സാധനം ഡിജിറ്റലി ആക്കി ഓക്കെ, എന്നാൽ കൂടിയും സർവീസ് ബുക്കോ ഇൻഷുറൻസിന്റെ പേപ്പേഴ്സോ എന്തെങ്കിലും വെക്കാനായിട്ട് ഒരു സ്പേസ് ഇല്ല. കാർ സിറ്റിക്കകത്ത് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാർ, അങ്ങനെ യൂസിന് ഓക്കെ. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇത്രയും എമൗണ്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് വരത്തില്ല. ബാറ്ററി വാറണ്ടി 15 വർഷത്തേക്കുണ്ട്. ബാറ്ററിയും മോട്ടറും വാറണ്ടി ഉണ്ട്. പിന്നെ RC ഞാൻ വിചാരിച്ചു ലൈഫ് ടൈം ആണെന്നാണ് വിചാരിച്ചത്. 10 രൂപയ്ക്ക് വരുന്ന ബെല്ലിനോ ഗ്ലാൻസിലൊക്കെ പോലും ലൈഫ് ടൈം RC ആണ്. ഫ്രീ ആണ്. ലൈഫ് ടൈം എന്ന് പറയുന്നത് 15 വർഷത്തേക്കാണ് അവർ പറയുന്നത്. വണ്ടി ലൈഫ് ടൈം എന്ന് പറയുന്നത്. ഞാനത് ഇന്നലെയാണ് വാറണ്ടി മാനുവൽ കംപ്ലീറ്റ്ലി ഇരുന്ന് വായിച്ചു നോക്കിയത്. നമ്മൾ ചോദിച്ചിരുന്നു വാറണ്ടി കാര്യങ്ങൾ. അപ്പൊ പറഞ്ഞ എല്ലാം ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. ചെറിയ മിസ്കമ്മ്യൂണിക്കേഷൻസ് കാര്യങ്ങളുണ്ട്. നമ്മളെ കാണിച്ച വണ്ടി ഫുൾ ഓപ്ഷൻ ആയിരുന്നു. അത് സത്യം പറഞ്ഞാൽ ലേഡീസിന് ഓട്ടിക്കാൻ ഒക്കെയാണ്. അത് മാത്രമാണ് ഇതിന്റെ ബെനിഫിറ്റ്. പക്ഷെ അതിൽ ഇത്രയും എമൗണ്ട് ഇത്തിരി കൂടുതലാണെന്നേ ഉള്ളൂ. എന്തായാലും പിന്നെ കുഴപ്പമില്ല. ഈ പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞ കണക്ക് ഒരു വണ്ടി വേണം, മഴയും വെയിലും കൊള്ളാതെ AC ഇരുന്ന് പോകാനായിട്ട് ഒരു വണ്ടി വേണം എന്നൊക്കെ ആണെങ്കിൽ ഓക്കെ. പിന്നെ നമ്മള് കുറച്ച് സ്ഥലം മതി, എവിടെയും കൊണ്ടുപോകാം. വേറെ ഇതെന്ന് വെച്ചാൽ ഞങ്ങൾ ഞാൻ യൂസ് ചെയ്ത ബെലിനോ അനിയോ യൂസ് ചെയ്ത ഗ്ലാസ്, ഞങ്ങൾ ഈ 2 വണ്ടിയാണ് ഓടിക്കുക. അതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലൈൻഡ് സ്പോട്ട് ആണ്. അത് മാത്രമാണ് അതിന്റെ ഒരു ആ ഒരു വിലക്ക് ഏറ്റവും വർത്തായിട്ടുള്ള ഒരു വണ്ടിയും. കാരണം നല്ല സ്പേസ് ആണ്. ശരിയാണ്, പക്ഷെ ബ്ലൈൻഡ് സ്പോട്ട് കൂടുതലാണ്. അത് മാത്രമല്ല. പക്ഷെ ഇതിന്റെ ഏകദേശം വില സെയിം ആണ്. ഏകദേശം വില എന്നല്ല, സെയിം വിലയാണ് രണ്ടും. അതിന് നല്ല സസ്പെൻഷൻ ആണ്. ചെറിയ വണ്ടി ആയതുകൊണ്ട് സസ്പെൻഷനിൽ ചിലപ്പോ കോംപ്രമൈസ് ഒന്നല്ല, വണ്ടിക്ക് അനുസരിച്ചിട്ടുള്ള സസ്പെൻഷൻ ആയിരിക്കണം. പക്ഷെ ചെറിയ ടയർ ആണെങ്കിൽ പോലും ബംപിനെസ് നമുക്ക് ഫീൽ ചെയ്യാൻ സ്വാഭാവികം. പക്ഷെ എനിക്ക് എന്റെ ബാക്കിലെ സസ്പെൻഷൻ ഭയങ്കര ഷോക്കായിട്ടാണ് ഫീൽ ചെയ്തത്. വെളിയിൽ ഞാൻ 10 വർഷം കൊണ്ട് യൂസ് ചെയ്യാനാണ്. അതിൽ നമ്മൾ നല്ലോണം വെയിറ്റ് കയറ്റുന്നതുമാണ്. എന്നിട്ട് പോലും വലിയതില്ല. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇത്രയും ഒരു വിലക്ക് വർത്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞോളൂ എന്താണോ ഇതിന്റെ ഒരു. എല്ലാവരും ഭയങ്കര ഹൈറ്റിലാണ് പറയണത്. ഇനി ഇത് നമുക്ക് വാങ്ങിച്ചതിൽ റിഗ്രറ്റ് ഇല്ല. കാരണം ഇത് വീട്ടിലേക്ക് ലേഡീസിന് പഠിക്കാനുള്ള രീതിയിലാണ് വാങ്ങിച്ചത്. 2 ലൈസൻസ് ഉണ്ട്, അത് പക്ഷെ ഓട്ടിക്കാറില്ല. അപ്പൊ അങ്ങനെ ഒരു ഫാക്ടർ നോക്കുമ്പോൾ മാത്രം സാറ്റിസ്ഫൈഡ് ആണ്. ആ ഒരു കാര്യത്തിൽ മാത്രം ലേഡീസിന് യൂസ് ചെയ്യാനായിട്ട് വണ്ടിയാണ്. ലേഡീസ് എന്നല്ല, നമുക്കായാലും ഇപ്പൊ ഡെയിലി കമ്മ്യൂട്ടിന് സൂപ്പർ സാധനം തന്നെയാണ്. പിന്നെ അത് ഡോർ ബാക്കിലോട്ട് വെക്കാൻ പാടാണ്. അല്ലെങ്കിൽ നമുക്കൊരു വിൻഡോ താക്കാൻ നോക്കുന്നെങ്കിൽ ബാക്കിൽ സീറ്റേ വേണ്ടിയിരുന്നു. ബാക്ക് അക്സസിബിൾ ആവണം വരുന്നത്. ഇതൊരു സാധനം നമുക്കൊരു സാധനം ഒരു ബാഗ് കൊണ്ടുവന്നാൽ പോലും വയ്ക്കാനായാൽ പോലും സീറ്റ് എപ്പോഴും മടക്കി വെക്കത്തുള്ളൂ. ഈ ഡോർ ചെറുതാക്കിയിട്ട് അതൊരു ഓപ്പണിങ്ങോ എന്തെങ്കിലും ആക്കിയതെങ്കിലും ഡബിൾ ഡോർ അങ്ങനെ എന്തെങ്കിലും ആക്കി, അല്ലെങ്കിൽ സ്ലൈഡിംഗ് ഡോർ ആക്കിയാലും മതിയായിരുന്നു. വിൻഡോസ് ആക്കാൻ പറ്റിയാലും മതിയായിരുന്നു. സാധനം അതുവഴിയെങ്കിലും വയ്ക്കായിരുന്നു. ഇപ്പൊ ഒരാൾക്ക് ബൈക്കിന് പകരം ഉപയോഗിക്കാം, മാക്സിമം 2 പേർക്ക് ഇരിക്കാം. കൂടിയ ബൈക്ക്, ഇത്ര കാശ് കൂടിയ ബൈക്ക്, അത്രേ ഉള്ളൂ. അതൊരു വർത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർത്തമല്ലെന്ന് എനിക്കുള്ളൂ. ഇനി അങ്ങോട്ട് യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇപ്പോഴത്തെ ടൈം എന്ന് പറയുന്നത് 11:51. ഇപ്പൊ എന്തായാലും നമ്മൾ കുളിച്ച് റെഡി ആയി നാളത്തേക്ക് പോകണം. നാളെ ഇനി വണ്ടി സർവീസിന് എടുക്കണം. നാളെ നമ്മള് പണിക്ക് ആളെ നിർത്തിയിട്ടുണ്ട് അവിടെ ട്രെയിനിങ്ങിന് കാര്യങ്ങളൊക്കെ ആയിട്ട്. അല്ല, ഇന്നിനി പോണോ? ഇന്ന് പോയിട്ട് വേണമെന്നോ 2-3 ടീഷർട്ട് ഇനി അടിക്കാനുണ്ട്. അതുകൊണ്ട് ഇനി കറണ്ട് എപ്പോഴും വരുമെന്ന് അറിഞ്ഞില്ല. കറണ്ട് വന്നതിന് ശേഷം അത് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഈ വണ്ടി എടുത്തതിന് വേറെ ഗുണം, നമുക്ക് നൈറ്റ് ആയാലും സ്വസ്ഥമായിരിക്കും വരാം.
പേടിയില്ല. വേറെ ബുദ്ധിമുട്ടില്ല. നമ്മൾ രണ്ടുപേർക്കും കൂടെ നമുക്ക് സുഖമായിട്ട് അങ്ങനെയൊക്കെ ഓടി വരാം. അങ്ങനെയുള്ള ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. കാരണം കുറേ അഡ്വാൻറ്റേജ് കാര്യങ്ങളുണ്ട്. എന്നാൽ കൊച്ചു ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഉണ്ട്. എല്ലാരും ഒന്നും നല്ലോണം ആലോചിച്ചെടുക്കുക. ആലോചിക്കുക. ഈ വില സത്യം പറഞ്ഞാൽ കുറച്ചും കൂടെ വില അഡ്ജസ്റ്റ് ചെയ്തെങ്കിൽ എല്ലാം 100% സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് അതിന്റെ ഇപ്പം കാറിന്റെ കാര്യങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾ കാണുന്നത്. നമ്മൾ ഇതിന്റെ ഇടയിൽ കുറച്ച് അല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോ അതൊക്കെ വരുമായിരിക്കും, ചിലപ്പോ അത് വരൂല. ഇത് പൂർണ്ണമായിട്ട് എഡിറ്റർക്ക് വിട്ടിരിക്കുകയാണ്. ചിലപ്പോ ഇത് നിങ്ങൾ കേൾക്കൂലായിരിക്കും. എന്തോ ആവട്ടെ. ഓക്കെ, അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതെ, ബൈ.